ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പൽപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കാൻ നമ്മുടെ രേവതി അടുക്കളയിൽ പടുതോടിയിരിക്കുന്ന അതേ സമയം തന്നെ സച്ചി ഒളിച്ചും പാത്തും കൊണ്ട് രേവതിയുടെ അടുത്ത് ചെല്ലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ പതിവില്ലാതെ അടുക്കളയിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാർ എന്തിനാ അടുക്കളയിലേക്ക് വരുന്നതെന്ന് നിനക്കറിയില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം, എൻ്റെ ഭാര്യമാരെ സഹായിക്കാനാണോ എന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് സച്ചി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം പതിയെ അടുക്കളയുടെ വാതിൻ്റെ ഭാഗത്ത് നിന്ന് ഒളിഞ്ഞു നോക്കിയതിന് ശേഷം ഓടി വന്ന് രേവതിയെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ എന്നെ വിട് എന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി കയ്യിൽ നിന്ന് താഴെ ഇറക്കുന്നില്ല. പെട്ടെന്ന് തന്നെ രേവതി പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കൂട്ട്, അച്ഛാ അതേ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ മോളെ, എന്താ അവിടെ പ്രശ്നം എന്ന് രവി വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ, ഇവിടെ ചായ ഇട്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടായി, അതേക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് സച്ചി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി പറയാണ്, അല്ല അച്ഛാ ഈ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് എടാ സച്ചി നീ ഇങ്ങോട്ട് വന്നേ എന്ന് രവി പുറത്തുനിന്ന് വിളിച്ച് പറയുകയാണ്. പെട്ടെന്ന് രേവതിനെ താഴെ നിർത്തിയതിന് ശേഷം സച്ചി പതിയെ വാതിൽപ്പടിയിലേക്ക് ചെന്ന് ഒന്നുകൂടി ഒളിഞ്ഞു നോക്കിയിട്ട് ഓടി വന്ന് രേവതിയുടെ കവളത്തായിട്ട് ഒരു മുത്തവും കൂടെ കൊടുത്തിട്ടാണ് ഓടിപ്പോകുന്നത്. രേവതി ആണെങ്കിൽ ആകെ തടിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. സച്ചി ആണെങ്കിൽ ഒരു കള്ളച്ചിരിയോട് കൂടി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. സച്ചി പോയതിനു ശേഷം രേവതി ചെറു പുഞ്ചിരോട് കൂടി തന്നെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഹാളിലാകട്ടെ രവി പത്രം വായിച്ചുകൊണ്ടിരിക്കാനും ചന്ദ്ര തൊട്ടടുത്ത് തന്നെ ഉണ്ടാവേ. ഒരുപാട് നേരമായിട്ട് പച്ചക്കറി മേടിക്കാൻ പോയി സുധിയെ കണ്ടില്ലല്ലോ എന്നാണ് ചന്ദ്ര രവിയോടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്താണ് സമാധാനിക്ക് ചന്ദ്ര, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, വലിയ ആളല്ലേ, അവൻ പോയിട്ട് ഇപ്പം തന്നെ വരുമായിരിക്കുമെന്നൊക്കെയാണ് രവി പറയുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് അമ്മ ശ്രുതി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ രവി പറയുന്നത്, നീ കാത്തിരുന്ന ആൾ വന്നല്ലോ എന്ന് പറയുകയാണ്. വന്ന ഉടനെ തന്നെ ശ്രുതിയുടെ കൈകളിലേക്കായിട്ട് ബാക്കി പൈസ കൊടുത്തതിന് ശേഷം പറയുകയാണ് 490 രൂപയായി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും പച്ചക്കറിക്ക് 490 രൂപയോ എന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുന്നുണ്ട്. ആ ഒരു സമയം തന്നെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതിയുടെ കൈകളിലേക്കായിട്ട് ശ്രുതി പച്ചക്കറി കൊടുക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, 490 പച്ചക്കറി, എന്ത് പച്ചക്കറി നീ മേടിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പച്ചക്കറി കിറ്റിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇത് വലിയ കാര്യമായിട്ട് പച്ചക്കറിയൊന്നും ഇല്ലല്ലോ ശ്രുതി, ഞാൻ പറഞ്ഞ സാധനങ്ങൾ മാത്രമാണല്ലോ, ഇതിൽ അത്രയും വിലയൊന്നും വരികയില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഈ സമയം തന്നെ രേവതിയും പച്ചക്കറി കിറ്റിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിലെന്തായാലും 500 രൂപയുടെ അടുത്തൊന്നും വരില്ല, കൂടിപ്പോയി 200 രൂപയുടെ അടുത്തുള്ള പച്ചക്കറി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധീനെ നോക്കിയതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, സത്യം പറയടാ, നീ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടല്ലേ വന്നത്, ബാക്കി പൈസക്ക് നീ ഫുഡ് അയച്ചല്ലേ എന്ന് വെച്ചപ്പോഴത്തേക്കും സുധി പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറയുകയാണ്. നിന്നിട്ട് കൈ കാണിച്ച് ഇതിൻ്റെ കൈ ഞാനൊന്ന് മണത്ത് നോക്കട്ടെ എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും ഇല്ല സുധി, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ബില്ല് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ബില്ല് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് 490 രൂപയാണ് എഴുതിയിരിക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രയും പറയുന്നത്, എന്ത് കൊള്ളവില ഇത്, നിനക്കെന്താ അവരോട് ചോദിക്കാൻ പാടില്ല എന്ന് സുധി എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനിതിനെ ചോദിക്കണ്ടേ, അയാൾ ബില്ല് എഴുതി തന്നു, ബാക്കി പൈസ ഞാനിത് പോകുന്നു എന്ന് സുധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ രവിയും സുധീനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട. ഇപ്പം ഈ ഒരു സമയത്താണ് കടക്കാരൻ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്യുന്നത്. അദ്ദേഹം വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അവിടുത്തെ ബില്ലടയ്ക്കുന്ന മെഷീൻ അത് കംപ്ലൈൻ്റ് ആണ്, ശരിക്കും പച്ചക്കറിയുടെ വില 190 രൂപയാണ്. അത് പറയാനായിട്ട് സുധീനെ വിളിച്ച സമയത്ത് സുധി ഒരു അക്ഷരം മിണ്ടാതെ തന്നെ കാറിൽ കയറി പോയി എന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ഫോണിൽ വെച്ച് പറയാം കേട്ടോ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രവി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്, ഞാൻ കരുതി നേരത്തെ വല്ല ബില്ല് ബാക്കിയുണ്ടാവും, അതും ഇനി എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും സുധീനെ രൂക്ഷമായി തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് സുധി പറയുകയാണ്, അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ പലിശയ്ക്ക് മേടിച്ച ആരെങ്കിലും എന്നോട് പലിശയ്ക്ക് പണം മേടിക്കാണ്ട് വിളിച്ചായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കാതെ വണ്ടിയിൽ കയറി പോകുന്നത് എന്നൊക്കെ സുധി പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് രവി പറയുന്നിട്ട്, എന്തിനാ സുധി ഇത്, നീ ഇങ്ങനെ ബിസിനസ്സുകാരനാവാൻ പോകണ്ടല്ലേ, അപ്പം നിനക്ക് ഇങ്ങനെ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണ്ടേ, ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പം മിക്കവാറും ഇവൻ്റെ അമ്മായിയപ്പൻ്റെ പണം തുളച്ചു മുടിക്കാനാണ് സാധ്യത എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കട്ടെ. ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മോൻ നന്നായിട്ട് ബിസിനസ് ചെയ്യാനറിയാം, ഇപ്പം അവരുടെ അബദ്ധം പറ്റിയെന്നും പറഞ്ഞിട്ട് എപ്പോഴും അവനങ്ങനെ പറ്റുമൊന്നുമില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് കണ്ടറിയാമെന്ന് രവി പറയുന്നുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട്, നാളെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ, നാളെ ഒരു പ്രത്യേകം നിറഞ്ഞ ദിവസമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ തനിക്ക് അറിയില്ല എന്ന് ശ്രുതിയൊന്നും ഒരു കാണിക്കുകയും ചെയ്യും. സച്ചി അതും ചിന്തിക്കുന്നത് കാണുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, സച്ചി നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് രേവതി ബാക്കിൽ നിന്നുകൊണ്ട് സച്ചിയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുകയാണ് രേവതി ഭയങ്കര ആകാംക്ഷയോട് കൂടി തന്നെ സച്ചിയെ നോക്കുന്നുണ്ട്. എന്നാൽ സച്ചി വേഗം ആലോചിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ഓടിപ്പോയ ദിവസം, ശ്രുതി അച്ഛൻ്റെ പണവുമായിട്ട് ഓടിപ്പോയ ദിവസമാണ് നാളെ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ദിവസമില്ല എന്ന് ശ്രുതിയെ നോക്കിയിട്ട് ശ്രുതി ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ രവി വീണ്ടും പറയുക, അതൊന്നുമല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട ദിവസമാണ് നിന്റെ ജീവിതത്തിലുണ്ടായി തന്നെ നിനക്ക് തന്നെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് പറയുമ്പോഴും
സച്ചി തൻ്റെ വിവാഹം അന്നാണ് നടന്നതെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, അച്ഛനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ്. രേവതി പോയത് തൊട്ട് പിന്നാലെ തന്നെ രവിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, ഇവളെന്തിനാ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്നത്, ഇതിന് മാത്രം നാളത്തേക്ക് ദിവസത്തിന് പ്രത്യേകത ഉണ്ടായെന്ന് ചോദിക്കുന്ന സമയത്ത്, എടാ സച്ചി നിനക്ക് ഇതുപോലെ ഓർമ്മയില്ലേ, നാളെയല്ലേ നിന്റെ വിവാഹ വാർഷികം എന്ന് ചോദിക്കുന്ന സമയത്താണ് കേട്ടോ സച്ചി അത് ഓർക്കുന്നത്. സച്ചി വേഗം തന്നെ തലയിലേക്ക് കൈവച്ചതിന് ശേഷം, അച്ഛാ ഞാനത് മറന്നുപോയി പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയുടെ അടുക്കളയിലേക്ക് അത് ഓടിച്ചില്ല കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി ഭയങ്കരമായിട്ട് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച കാണുമ്പോൾ സച്ചിന് സങ്കടമാകുന്നുണ്ട്. സച്ചി എന്നുള്ളത് തന്നെ രേവതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി ഒരു അക്ഷരം പോലും മിണ്ടാകുന്നില്ല. രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാൻ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം രേവതി പിണക്കത്തിലാണ്. സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. രേവതി പറയുന്നത്, നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിച്ച കാര്യം ഓർമ്മയില്ല, എപ്പോഴും നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ ഇവൻ ഒളിച്ചോടിപ്പോയത് കൊണ്ടാണ് ഇവളെൻ്റെ തലയിലായത്, അത് തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്ന, പണ്ടത്തെ പോലെയാണിപ്പോൾ, എനിക്കിപ്പോൾ നിന്നെന്ന് വെച്ചാൽ ജീവനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, പിന്നെ ജീവനാണ് പറച്ചിലിൽ മാത്രമുള്ള ജീവൻ, എന്നിട്ട് നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർത്തില്ലല്ലോ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, അതല്ല രേവതി, കല്യാണക്കുറിയൊക്കെ അടിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് വെച്ച് കല്യാണം പോലെ നിർത്തിയാലല്ലേ നമുക്കൊരു ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് വേഗം ഞാൻ കാർ ഓടിച്ച് വന്ന സമയത്ത് അച്ഛൻ നിന്ന് താലി കെട്ടാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം എനിക്ക് ഓർമ്മ ഇല്ല എന്നല്ല, ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ രണ്ടാമതായിട്ട് പറയാനിരുന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്കും, മതി നിങ്ങൾ അഭിനയിച്ചത് മതി, അഭിനയിച്ച് അത്ര പെരുപ്പിക്കൊന്നും വേണ്ട എന്ന് രേവതി മറുപടി പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി പറയുകയാണ്, അതല്ല രേവതി ഞാൻ പറയുന്നത് നീ എന്ന് കേൾക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് നേരം താലിമാല കൊണ്ടുവന്ന സമയത്ത് നീ എന്നെയും കൂട്ടി അമ്പലത്തിൽ പോയി, അവിടെ വെച്ച് നമ്മുടെ കല്യാണം പോലെ നടത്തിയില്ല, അതാണ് എൻ്റെ മനസ്സിലുള്ള കല്യാണം, ആ ഒരു ദിവസമാണ് എനിക്ക് നമ്മുടെ കല്യാണ ദിവസമായിട്ട് ഓർമ്മ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രേവതിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. രേവതി ചിരിച്ചുകൊണ്ട് തന്നെ സച്ചിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ദിവസമെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ ആ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റും, എനിക്ക് നിൻ്റെ കൂടെ എല്ലാ ദിവസങ്ങളും ഓർമ്മയുണ്ട്, നിന്നെ ആദ്യമായി കണ്ടത്, നിന്നോട് ആദ്യമായി സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ഡയലോഗ്സ് കയ്യിൽ നിന്ന് എടുത്തിട്ടുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, ഓഹോ നിന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്ന് ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പെട്ട അവസ്ഥയിലാവുകയാണ്. സച്ചി കുറേ നേരം ആലോചിച്ചെടുത്തതിന് ശേഷം പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, നീ എന്ന കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വന്ന സമയത്തല്ലേ നിന്നെ ഞാൻ കണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും രേവതി വീണ്ടും പിണക്കത്തിലേക്ക് പോകട്ടെ. എന്നിട്ട് പറയണം, നിങ്ങൾ ഭയങ്കര അഭിനയക്കാരനാണ്, നിങ്ങൾ അന്നൊന്നുമല്ല എന്നെ കണ്ടത്, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരാളെ പിടിച്ച് തല്ലുകയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, ഓഹോ അതാരായിരുന്നു, എവിടെ വെച്ചായിരുന്നു, ഞാൻ കല്യാണത്തിന് മുന്നേ പലരെയും തല്ലിയിട്ടുണ്ട്, അത് എവിടെ വെച്ചാൽ സ്ഥലം എന്നൊന്ന് പറയാമോ എന്ന് പറയുമ്പോഴത്തേക്കും, പിന്നെ നിങ്ങൾ തല്ലിയ സ്ഥലമൊക്കെ ഞാൻ ഓർത്തിരിക്കുമോ, നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് അവിടെ വെച്ചാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മാത്രമല്ല നിങ്ങൾ എന്നോട് എന്നാണ് സംസാരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, രേവതി അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എന്നെ ദിവസം എന്നുള്ള ഓർത്തെടുക്കാൻ പറ്റിയില്ല. കൂടുതൽ തന്നെ സച്ചി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അന്ന് എന്നെ കണ്ട സമയത്ത് നീ എന്നെ എന്തോ വിളിച്ചിരുന്നല്ലോ, ഞാൻ മറന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പിക്കുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യമില്ല, ബാക്കി എല്ലാ ദിവസങ്ങളും നിനക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ ഈ ഒരു കാര്യം നിനക്ക് ഓർമ്മ വരുമെന്ന് പറയുമ്പോഴത്തേക്കും, ഗുണ്ട എന്നാണ് താൻ വിളിച്ചതെന്ന് രേവതി തുറന്നു പറയുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, അത് തന്നെ ഗുണ്ട, ഇപ്പം നിനക്ക് എന്നെ ഗുണ്ടയായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ല നിങ്ങളെൻ്റെ പുരുഷനാണെന്ന് പറയുകയാണ്. വീണ്ടും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് ഒരുപാട് സച്ചിയായിരുന്നു ഇഷ്ടമാണെന്ന് രേവതി മറുപടി പറയട്ടെ. രേവതിയുടെ മറുപടി സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. സച്ചി വേഗം തന്നെ രേവതിയുടെ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് രേവതി, അന്ന് നിന്നെ കണ്ട സമയത്ത് നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടാതെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ നിന്നെ എൻ്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെറിയ റൊമാൻറ്റിക് മൂഡിലേക്ക് പോകുന്ന സമയത്താണ് ചന്ദ്ര രേവതി എന്ന് വിളിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയുടെ കൈ പിടിച്ചതിന് ശേഷം അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് രേവതിയുടെ കൈയിലേക്ക് പിന്നിൽ നിന്ന് പിടിച്ചതിന് ശേഷം സച്ചി തിരിച്ചു നിർത്തുകയാണ്. അതിനുശേഷം രേവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വീണ്ടും ചന്ദ്ര, രേവതി നീയോട് എന്തൊക്കെ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ വിളിക്കുന്നു, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ കൈകളിൽ നിന്ന് പിടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സച്ചി അത് രേവതിയിൽ തന്നെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും തന്നെ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. ആരും മിസ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.